41 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ അവിടെ വചനം ഇങ്ങനെ പറയുന്നു, യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും, അവന്റെ കിടക്കയെ മാറ്റിവിരിക്കും. ഈ വചനത്തെ ഗ്രഹിക്കുന്ന ഈ സമയം നിങ്ങൾക്കൊന്ന് പറയാൻ കഴിയുമോ? എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയെ, അതെത്ര വലിയ മാറാ രോഗമാണെങ്കിലും ആ രോഗത്തിൻ്റെ കിടക്കയെ മാറ്റിവിരിക്കുവാൻ ശക്തനായ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. ആ വ്യക്തിത്വമാണ് നസ്രയനാകുന്ന ഈ യേശു. വചനം പറയുന്നു, യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരാൻ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യഹൂദന്മാരുടെ ആ ഉത്സവ ദിവസത്തിൽ അനേകായിരങ്ങൾ വന്നുകൂടുന്ന ആ സ്ഥാനത്ത് നസ്രയനാകുന്ന യേശു അവരെ ആരെയും ശ്രദ്ധിക്കാതെ, ആരവാരക്കൂട്ടത്തെ മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് നടക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? 38 വർഷമായിട്ട് രോഗശയ്യയിൽ കിടക്കുന്ന ഒരു തളർന്നു കിടന്ന വ്യക്തിയെ കരം പിടിക്കുവാൻ വേണ്ടി അവൻ്റെ അരികിൽ ചെന്ന്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ച് നിവരെ നിർത്തി 38 വർഷമായിട്ട് അവൻ ചുമന്ന ആ കിടക്കയെ മാറ്റി വിരിച്ച് അവനിൽ ആരോഗ്യത്തെ പകർന്ന് മുമ്പോട്ട് നടത്തിയ ഒരു ചരിത്രമാണ് വചനം വ്യക്തമാക്കുന്നത്. അങ്ങനാണെങ്കിൽ ഏറിയ വർഷങ്ങൾ കൊണ്ട് ഒരു രോഗബന്ധനത്താൽ അനേക പ്രശ്നങ്ങൾക്കകത്തുകൂടെ കടന്നു പോകുന്ന വ്യക്തിത്വമേ, നിന്നെ നോക്കിയാണ് ഞാൻ ഈ ആലോചന വിളിച്ചു പറയുന്നത്. ആ നസ്രയനാകുന്ന യേശുവിൻ്റെ ശക്തിയാൽ നിന്റെ നരിയാണി ഈ ദിവസങ്ങളിൽ ഉറയ്ക്കാൻ പോകുകയാണ്. മാറാ രോഗമായി നിലനിൽക്കുന്ന ആ രോഗബന്ധനത്തെ നോക്കിയിട്ട് വിളിച്ചു പറ, യേശുവിൻ്റെ അടിപ്പിണരാൻ എനിക്ക് സൗഖ്യമുണ്ട്. അത് രോഗമാകട്ടെ, രോഗബന്ധനമാകട്ടെ, അതിൻ്റെ പുറകിൽ ചലിക്കുന്ന എത്ര പൈശാചിക ആധിപത്യമാകട്ടെ, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചിട്ട് വിളിച്ചു പറ, ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ, കർത്താവേ, ഞാൻ നടന്ന് കർത്തൻ്റെ ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് വന്നു നിൽക്കുകയാണ്. അങ്ങയുടെ ആ മാർവിടത്തിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന രക്തം എൻ്റെ തലയിലേക്ക്, അതായത് ഉച്ചി മുതൽ ഉള്ളങ്കാൽ വരെ വീഴുന്നതായിട്ട് ഞാൻ അങ്ങ് കാണുകയാണ്. അതെന്നെ ശുദ്ധീകരിക്കുന്നതായിട്ട് ഞാൻ അങ്ങ് കാണുകയാണ്. അങ്ങനെയൊന്ന് കണ്ടിട്ടൊന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ആന്തരിക അവയവങ്ങൾക്കകത്തിലാണെങ്കിലും, എൻ്റെ ശാരീരിക അവയവങ്ങൾക്കകത്തിൽ എവിടെയാണെങ്കിലും, മാനസിക തലത്തിലാണെങ്കിലും, ഇന്ന് യേശുവിൻ്റെ രക്തത്താലുള്ള ആ പൂർണ്ണമായ സൗഖ്യവും ആരോഗ്യവും അത് എന്നിലേക്ക് വന്നു ചേരുമെന്ന് വിശ്വാസത്തോടുകൂടി നീ പറയുമ്പോൾ നിന്റെ ആ രോഗത്തിൻ്റെ കിടക്കയെ മാറ്റിവിരിക്കുവാൻ ആ നല്ല കർത്താവ് നിന്റെ ഭവനത്തിനകത്തിൽ ഇറങ്ങി വരും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വചനം വിളിച്ചു പറയുന്നു, ഞാൻ നിനക്ക് രോഗശാന്തിയും ആരോഗ്യവും വരുത്തി തരും. പണ്ടത്തെ പോലൊരു സമൃദ്ധി അത് നിന്നിലേക്ക് വന്നു ചേരും. അങ്ങനെയാണെങ്കിൽ കർത്തന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് രോഗമില്ലാതിരുന്ന ആ സമയത്തിലേക്ക്, അതായത് നല്ല ആരോഗ്യമുള്ള ആ സമയത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ ആ പ്രാർത്ഥനയ്ക്ക് കഴിയും. ആ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിക്ക് കഴിയും. യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണത്തിന് കഴിയും. അതുകൊണ്ട് വചനം കേൾക്കുന്ന ഈ സമയത്ത് നീ ഒന്ന് വിളിച്ചു പറ, എൻ്റെ രോഗത്തിൻ്റെ കിടക്കയെ മാറ്റിവിരിക്കുന്ന, എൻ്റെ കുടുംബത്തിലെ ഞാൻ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിത്വത്തിൻ്റെ ആ രോഗത്തിൻ്റെ കിടക്കയെ മാറ്റിവിരിക്കുവാൻ ശക്തനായ ഒറ്റ ഒരു വ്യക്തിയേ ഉള്ളൂ. ആ യേശു എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും എന്ന് അത് വിശ്വസിച്ചിട്ട് വിളിച്ചു പറ. അതെൻ്റെ തലമുറയുടെ വിഷയമോ, കുടുംബത്തിലെ വിഷയമോ, മാതാപിതാക്കളുടെ വിഷയമോ, അത് എന്ത് തന്നെ ആകട്ടെ, ഈ വചനത്തെ ഊരുവിട്ട് വീണ്ടും വീണ്ടും പറ, കർത്താവേ, എന്നെ സഹായിക്കണം. യേശുവേ, എൻ്റെ വിശ്വാസത്തെ സഹായിക്കണം. ആ രോഗശക്തി എന്നിൽ നിന്ന് മാറി കർത്താവിൻ്റെ പുതിയ ബലത്തെ ഞാൻ നരിയാണി ഉറച്ച് എഴുന്നേറ്റ് നിൽക്കും. അത് മരണകരമായ വിഷയമാണെങ്കിൽ പോലും അതിനെ ജയിക്കാൻ കർത്തൻ ബലം തരുമെന്നേ. ഈ വചനങ്ങളെ അധികാരത്തോടെ വിശ്വസിക്കുക, ഏറ്റുപറ, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ആ അത്ഭുതം സംഭവിക്കട്ടെ. ക്രിസ്തുയേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.